അമേരിക്കൻ നയതന്ത്രജ്ഞരായ വില്യം ബേൺസും റോബർട്ട് ബ്ലേക്കും വിദേശകാര്യമന്ത്രി എസ് എം കൃഷ്ണയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ പ്രധാന അജണ്ട അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ നവംബറിൽ നടത്താനിരിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളായിരുന്നുവെന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഒബാമയുടെ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനം. നവംബർ 6-ന് ഇന്ത്യയിലെത്തുന്ന ഒബാമ 9-നാണ് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുക. അമേരിക്കൻ പ്രസിഡന്റ് ആയതിനുശേഷം ആദ്യമായാണ് ഇത്ര നീണ്ട ഒരു സന്ദർശനം ഒബാമ ഒരു വിദേശ രാജ്യത്ത് നടത്തുന്നത്. പത്നി മിഷേൽ ഒബാമയും ഇന്ത്യൻ സന്ദർശനത്തിൽ ഒബാമയുടെ കൂടെയുണ്ടാകും. നവംബർ 6-ന് മുംബൈയിലെ താജ് ഹോട്ടലിൽ തങ്ങുകയും ഭീകരാക്രമണമുണ്ടായ ഒബ്രോയ്, ട്രൈഡന്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്യുന്ന ഒബാമ നവംബർ 7-ന് വൈകിട്ടാണ് ഡൽഹിയിലെത്തുക. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായി ചർച്ച നടത്തുമെന്ന് അറിയിച്ച ഒബാമ ചർച്ചയിലെ മുഖ്യ അജണ്ട എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പാകിസ്ഥാനിൽ ഇറങ്ങാതെ ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്ന് വ്യക്തമാക്കിയ ബരാക് ഒബാമ 2011-ൽ മാത്രമേ പാകിസ്ഥാനിൽ എത്തുകയുള്ളൂവെന്നുകൂടി കൂട്ടിച്ചേർത്തതോടെ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് കൂടുതൽ നിറം കൈവന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഇന്ത്യ സന്ദർശനത്തിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ രാജ്യതലസ്ഥാനത്ത് ഉയരുന്ന ചർച്ചകളിലെ പ്രധാന അജണ്ട UN രക്ഷാസമിതിയിലേക്ക് ഇന്ത്യയ്ക്കൊരു സീറ്റ് ഒബാമ വാഗ്ദാനം ചെയ്യുമോ എന്ന ചോദ്യത്തിലൂന്നിയാണ്. ഇതുതന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയും. ഒബാമ സന്ദർശനം നടത്താനിരിക്കുന്ന പാർലമെന്റിലേക്ക് ഈ അഭ്യർത്ഥന കടന്നുവരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ വൃത്തങ്ങൾ. ക്യാമറമാൻ ജോമി വർഗീസിനൊപ്പം പാർലമെന്റ് ആസ്ഥാനത്തു നിന്നും സുജയ പാർവതി, ജീവൻ ന്യൂസ്.